രാഷ്ട്രീയമായി വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരത്തെ, അവർ ന്യായമായി നടത്തിയ ഒരു സമരത്തെ, ആ സമരത്തിന്റെ ഇടയിൽ കയറി ആർട്ടിക്കിൾ 370 റദ്ദാക്കണം, ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യണം പോലുള്ള രാഷ്ട്രവിരുദ്ധ പരാമർശങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി ആളുകൾ എല്ലാം ആഭാസമായിട്ട് അംബേദ്കറെ നിരന്തരം തോൽപ്പിച്ചത് ഈ നെഹ്റുവിന്റെയും നിങ്ങളുടെയും പാർട്ടിക്കാരാ. ശങ്കർ, അപ്പൊ നിങ്ങൾക്ക് പാറ്റാന്ന് കേട്ടപ്പോ ഉറക്കം വരുമോ? നല്ലോണം ഉറക്കം വരും. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. ഒന്ന് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു അങ്ങേ തിരുത്താൻ ഞാൻ ആളല്ല. ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുവജന സമരം എന്നുള്ള ഇന്ത്യ അതും ശരിയല്ല. അല്ല, അങ്ങയുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എന്റെ അഭിപ്രായവും ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ യുവജന സമരങ്ങളിൽ പലതും അടിയന്തരാവസ്ഥയ്ക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ ശേഷം നടത്തിയ പല യുവജന സമരങ്ങളും, അത് ബീഹാറിൽ പോലും അല്ലെങ്കിൽ ഗുജറാത്തിൽ പോലും നടത്തിയ സമരങ്ങളുടെ എണ്ണം യുവജന മുന്നേറ്റത്തിന്റെ കാര്യത്തിലോ? യുവജന മുന്നേറ്റത്തിന്റെ കാര്യത്തിലും തീർച്ചയായും അത്തരം സമരങ്ങൾ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരു ചോദ്യം കൂടെ. അപ്പൊ ഈ പ്രക്ഷോഭത്തെ നിങ്ങളിപ്പോ പ്രക്ഷോഭം അവസാനിച്ചു, അവര് പ്രധാനപ്പെട്ട ഒരു നിങ്ങളുടെ നേതാവിനെ വീട്ടിലിരുത്തി, അപ്പൊ അതിനുശേഷം വീട്ടിലിരുത്തി എന്നുള്ള പ്രയോഗം ശരിയല്ല, ഞങ്ങൾ നാട്ടിലിരുത്തുന്നുണ്ട്. ജെൻസിയുടെ ഒരു പ്രക്ഷോഭം അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അതിനെ ഏറ്റെടുക്കുകയും രാജിയിലേക്ക് പോവുകയൊക്കെ ചെയ്തത്. ആ സമയത്തും ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകൾക്ക് ഈ രാജ്യത്ത് തീർത്തും അവർ അപ്രസക്തമായി തീരുക എന്നല്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാ. ജെൻസി അവരുടെ ഒരു പ്രശ്നം ഉന്നയിച്ചു, ഞങ്ങൾ അതിനെ സ്വീകരിച്ചു, അതിനുവേണ്ട നടപടികൾ ഞങ്ങൾ ആദ്യഘട്ടം മുതലേ ചെയ്തു വരുന്നുണ്ട്. രാജി ആവശ്യപ്പെട്ടു, രാജി ചെയ്തു. ഇതിൽ കൂടുതൽ എന്താണ് ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുന്നതിന് മുമ്പ് അയാൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം ചെയ്തു തീർക്കാതെ അയാൾ എങ്ങനെ രാജിവെക്കാം? ചെയ്തു തീർത്തിട്ട് തന്നെയാണ് അദ്ദേഹം രാജിവെച്ചത്. രാജു നായർ, അപ്പോ ഈ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു സംഭവം വന്നത് കാര്യം, ചെറുപ്പക്കാർ ജെൻസി സമരം ചെയ്തു, അതിനിടയിൽ ഞങ്ങളും കൂടെ ചേർന്ന് സമരം ചെയ്യുന്നു എന്ന രീതിയിൽ നിങ്ങൾ കൂടെ കയറിയെന്നാ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തനെ ഇല്ലടാ. നമ്മൾ ഹൈവേയിൽ നല്ലൊരു ട്രാഫിക്കിൽ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ആംബുലൻസ് വരുന്നു. ആംബുലൻസ് വരുമ്പോൾ എല്ലാവരും വഴി മാറി കൊടുത്തൊരു ആംബുലൻസ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിലെ ഒരു 2 ബിരുദന്മാര് ഈ ആംബുലൻസിന്റെ പുറകെ വിടും. ആ പോകുന്നവനെ ആ പേഷ്യന്റായിട്ട് ഒരു ബന്ധവുമില്ല, ആ പേഷ്യന്റ് രക്ഷപ്പെടണമെന്ന് ഒരു ആഗ്രഹമില്ല. എന്നാൽ അവൻ ഈ ആംബുലൻസിന്റെ ചെലവിൽ അവന്റെ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ അതിന്റെ പുറകെ പോകുന്ന കുറച്ച് ആളുകൾ നമ്മളെയാണല്ലോ മച്ചമ്പി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഏതായാലും സമരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, എല്ലാവരും വിശ്രമിക്കുകയാണ്, പ്രതിപക്ഷ പാർട്ടികളെല്ലാം വിശ്രമിക്കുകയാണ്. ഇനി കോൺഗ്രസിന് ധൈര്യമുണ്ടോ കർണാടകയിൽ പോയിട്ട് ബംഗാരപ്പയോട് രാജിവെക്കാൻ പറയാനായിട്ട്? 2020 അവിടെ SLC പരീക്ഷയുടെ പേപ്പറിൽ ചോർന്നതിന് നിങ്ങൾക്ക് ബംഗാരപ്പനെ രാജിവെപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ നേതാവായത് അഭിജിത്ത് അവിടെ നിന്ന് പറയുന്നു ഞാനിപ്പോഴും ആം ആദ്മിയാന്ന് പറയുമ്പോൾ, ഈ പറയുന്ന 3 പേർ ചെയ്തിട്ടുള്ള ഒരേ തെറ്റിനെ ഒരാളെ മാത്രം ശിക്ഷിക്കണമെന്ന് നിങ്ങൾ പറയുന്നിടത്താണ് അവിടെ രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുന്നത്. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? വേണ്ട, ഞങ്ങൾ വലിയൊരു സമരം കഴിഞ്ഞാൽ നിൽക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം ഒരുമിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം തെരുവിലിറങ്ങി അതിശക്തമായ ഒരു സമരം നടത്തി. ഈ സമരത്തിന്റെ ആവശ്യത്തെയും അല്ലെങ്കിൽ സമരം നേടിയെടുത്ത ആവശ്യത്തെയും വില കുറച്ച് കാണുന്ന നിലയിലാണ് സംഘപരിവാരത്തിന്റെ പ്രതിനിധികൾ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പൊ നെറ്റ്, നീറ്റ്, CUET, CBSE ഏത് പരീക്ഷ ഇവര് നടത്തിയോ എല്ലാം കൊളാവുകയാണ്. കൊളവാക്കാൻ വേണ്ടി പരീക്ഷ നടത്താണ്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഈ രാജ്യത്ത് വിദ്യാർത്ഥികൾ വലിയ പ്രശ്നങ്ങൾ നേരിടുക. ധർമ്മേന്ദ്ര പ്രധാൻ ഇവര് പറയാണ് അദ്ദേഹം രാജിവെച്ച് അദ്ദേഹത്തിന്റെ പണികളെല്ലാം തീർത്തിട്ട് രാജിവെപ്പിക്കായിരുന്നു. അദ്ദേഹം RSSന്റെ പഴയ വലിയ പ്രചാരകനാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന്റെ പണി തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക, തെറ്റായ ചരിത്രം പഠിപ്പിക്കുക. ഏത് ഈ പ്ലാസ്റ്റിക് സർജറി നടത്തിയത് ഗണപതിയുടെ തലയിലാണ്. ഗാന്ധാരി പെറ്റിട്ട മാംസപിണ്ഡത്തെ ഭരണികളിലാക്കി വെച്ച ആ ഭരണികളിൽ നിന്ന് കൗരവരുണ്ടായതാണ് ടെസ്റ്റ് ട്യൂബ് ശിശു. ആദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ് എന്നെല്ലാമുള്ള സിലബസ് ഇന്ത്യ രാജ്യത്ത് പഠിപ്പിക്കാൻ വേണ്ടി RSSന്റെ ശാഖയിൽ നിന്ന് ചുമതലയെടുത്ത് വന്നയാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചു ഞങ്ങൾ. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചു ഞങ്ങൾ. നീ മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ?
SK അദ്ദേഹം ഇവിടെ ഒരുപാട് പറഞ്ഞു. ഗാന്ധാരിയുടെ എന്താ മാംസപിണ്ഡം ഇതിന്റെ കാര്യം പറഞ്ഞു. എന്നാൽ ഇത് സിലബസിലുണ്ട് എന്ന് പറഞ്ഞു. ഏത് സിലബസിൽ എന്നുള്ളത് പുഷ്പക വിമാനം, ടെസ്റ്റ് ട്യൂബ് ശിശു, പ്ലാസ്റ്റിക് സർജറി, ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇവർ സിലബസ് ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞു. ഇത് ഒരുക്കാൻ വേണ്ടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. SFIയുടെ പ്രതിനിധി ഇവിടെ തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞു അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാൻ ഇത് നടപ്പിലാക്കി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാനെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തെറ്റായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ഈ യുവതലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് SFIയും ഇവരെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. നാണം ഉണ്ടോടാ ഊളകളെ? പിന്നീന്ന് കുത്തിയും കുതികാല് വെട്ടിയും രണ്ട് ശവങ്ങള്. വളരെ സംഘടിതമായ ഉള്ള ചോദ്യം ഈ നമ്മുടെ SFI നേതാവിനോട് ചോദിച്ചല്ലോ. വെറുതെ തർക്കം നടക്കട്ടെ, അതിന്റെ ഇടയിൽ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് രാമായണ ആൻഡ് മോഡേൺ എപ്പിക്കൽ സയൻസ് ആൻഡ് ഇക്വലൻ സബ്ജക്ട്സ് അണ്ടർ ദി ഫ്രെയിം സോഴ്സ് ഗൂഗിളാണ്. ഗൂഗിളെ വിശ്വസിക്കുന്നോ? ഗൂഗിള് അത് ഞാൻ സമ്മതിച്ചു. ആ രീതിയാണ് പഠിപ്പിക്കണമെന്ന് പറയുന്നതും രാമായണം പഠിപ്പിക്കേണ്ടെന്നാണോ ഞാൻ പറയുന്നതല്ല. ഒരു കാവ്യം മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ മോഡേൺ സയൻസ്. ഓക്കെ, അദീന പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ വളരെ സമാധാനമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് രാജിവെച്ചു എന്ന്. അതിനിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഞങ്ങളുടെ പിള്ളേർക്ക് കൊടുത്തത്. അവരെന്തുമാത്രം ക്രൂരമായി ഉപദ്രവിച്ചു. തലസ്ഥാനത്ത് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്ന സമയത്ത് ബാരിക്കേഡിന്റെ അപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ കല്ലെടുത്തെറിയുക, അവരുടെ മേലെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കാം. സംസ്ഥാനത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാനാണ് സുഹൃത്തെ പോലീസ്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇന്നിപ്പോ ഒരു വാർത്തയുണ്ട് മാതൃഭൂമിയിൽ. 23 ജോലിക്കാരെ ദുബായിൽ നിന്ന് ഒരു മുതലാളി ശമ്പളവും കൊടുത്ത് വിട്ടേക്കണു. മാതൃഭൂമി പത്രത്തിൽ കൊടുത്തേക്കുന്നതാണ്. ആ കമ്പനിയുടെ പേരെന്താണെന്ന് അറിയുമോ? അബ്രിക്കോ ഫ്രൈറ്റ് കമ്പനി. 23 ശമ്പളം സമരം ചെയ്യാൻ വിട്ടേക്കണു. 23 ഫുൾ ശമ്പളം കൊടുത്ത്. നല്ല ഐഡിയ. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കണക്ക് വരും. ഇതാണ് മാതൃഭൂമിയിലെ വാർത്ത. ഇത്തരത്തിലുള്ള ആളുകളെ വിടുകയാണ് ശമ്പളം കൊടുത്തുകൊണ്ട്. ഞാനല്ലാണ്ട് സോഴ്സ് ഇല്ലാത്തല്ല പറയണത്. ശമ്പളം മാതൃഭൂമി വായിച്ചു നോക്കൂ. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. മോദി സർക്കാർ പൂട്ടിയ പൊതുവിദ്യാലയങ്ങളുടെ കണക്ക് നിങ്ങൾ പറഞ്ഞാൽ 40,000-ൽ പരം പൊതുവിദ്യാലയങ്ങൾ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ഈ രാജ്യത്ത് പൂട്ടി. അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കുന്നില്ല. 40,000 വിദ്യാലയങ്ങൾ പൂട്ടിയെന്ന് പറയുമ്പോൾ അതിന്റെ സോഴ്സ് എന്താണ്? നിങ്ങൾ അന്വേഷിക്കേ. നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഞങ്ങളാണ് അന്വേഷിക്കുന്നത്. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ പ്രസംഗിച്ച 4 നവംബർ 1948 പ്രസംഗിച്ച ദീർഘമായ പ്രസംഗമാണ്. അതിനെക്കുറിച്ചൊന്ന് വായിക്കണം. എങ്ങനെയാണ് അനാർക്കി സമരങ്ങൾ തുടങ്ങണമെന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റർ ഉയർത്തിപ്പിടിക്കുകയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോ അതൊന്ന് വായിച്ചു നോക്കണം. രണ്ടും കൂടെ ചെയ്യരുത്. അദ്ദേഹത്തിന്റെ പോസ്റ്റർ ഉയർത്തിപ്പിടിക്കുകയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും അതിനെതിരെ ചെയ്യുകയും ചെയ്യുന്നത് ഒന്ന് ശരിയല്ല. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. രാജു ലാത്തിയുമേ ആണി വെച്ചിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞു. ഈ മർദ്ദിച്ച വീഡിയോ താങ്കൾക്ക് ഇപ്പൊ കാണിക്കാമെങ്കിൽ ഞാൻ ഇവിടെ മാപ്പ് പറഞ്ഞു ഉണ്ടെങ്കിൽ പറയൂ. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇവിടെ സമരം ചെയ്തപ്പോ ഞാൻ ചോദിക്കട്ടെ, അനാർക്കിസ് ഒക്കെ പറയുന്നുണ്ട്. ഈ പോസ്റ്റർ SKN കണ്ടിരുന്നോ? എന്തുകൊണ്ടാണ് ഈ വീഡിയോ കാണിക്കാഞ്ഞേ? ഇത് കാണിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയണേ? ഇത് തിരിച്ച് പിണറായി വിജയനോ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം പോസ്റ്ററുകൾ കാണിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും ഇതിനേക്കാൾ മോശമായ സാധനമുണ്ട്. ഞാൻ കൊണ്ടുവരാത്തോണ്ടാണ് ഇവിടെ പെൺകുട്ടികൾക്കുള്ളതുകൊണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതുവരെ പറയാത്ത ചില വാക്കുകൾ, അക്കൗണ്ടബിലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാക്ട്, സോഴ്സ്, അംബേദ്കർ എന്നീ തുടങ്ങിയ വാക്കുകൾ RSSകാർ പറയാൻ തുടങ്ങി. സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നറിയോ? അംബേദ്കർ മത്സരിച്ചു. ഞങ്ങൾ നോക്കിയിട്ടില്ല. അംബേദ്കറെ നിരന്തരം തോൽപ്പിച്ചത് ഈ നെഹ്റുവിന്റെയും നിങ്ങളുടെയും പാർട്ടിക്കാരാ. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ. അംബേദ്കറുടെ സെക്രട്ടറി ഞങ്ങളുടെ ആൾക്കാരായിരുന്നു. ഞങ്ങൾക്കറിയാം. കുത്തകയൊന്നുമല്ല അംബേദ്കർ. സാരില്ലടാ,
നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പറയട്ടെ സംസ്കാരം എന്ന് പറയുന്ന നിങ്ങളുടെ ആർഷഭാരത സംസ്കാരം എന്ന ആഭാസം ഈ ആർഷഭാരത സംസ്കാരത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. ഈ ചുവർ ചിത്രത്തിലാക്കി ഞാൻ പറഞ്ഞു ആഭാസം. അതെ, ആണോ? ഒരു സെക്കൻഡ് നേതാവ് ഒരു സെക്കൻഡ് ആണോ? ഭാരത സംസ്കാരം ആഭാസാണ്. SFI അത് പറഞ്ഞാൽ മതി. പോയി ചത്തുടടാ. ഒന്നത് പറഞ്ഞാൽ മതി. അല്ല, ഒരു മിനിറ്റ്. എന്ന് മാത്രം മനസ്സിലാക്കുന്ന ആഭാസ മെന്റാലിറ്റിയാണ്. ആഭാസ മനോഭാവമുള്ളവർക്ക് എല്ലാം ആഭാസമായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെയുള്ള പാഴുകാരെ ഇങ്ങനെയുള്ള മരപ്പാഴികൾക്ക് അതേ തോന്നും. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരത്തെ അവർ ന്യായമായി നടത്തിയ ഒരു സമരത്തെ ആ സമരത്തിന്റെ ഇടയിൽ കയറി ആർട്ടിക്കിൾ 370 റദ്ദാക്കണം, ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യണം എന്നുള്ള രാഷ്ട്രവിരുദ്ധ പരാമർശങ്ങളുടെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റിയ ആളുകളാണ്. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. ഇവിടെ സമരത്തെ നേരിടുന്ന രീതിയെ കുറിച്ചൊക്കെ കോൺഗ്രസിന്റെ പ്രതിനിധി, CPM പ്രതിനിധികളൊക്കെ വലിയ തോതിൽ പറഞ്ഞു. ഇതിനു മുന്നേ 2011 ബാബാ രാംദേവിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ എങ്ങനെയാണ് കോൺഗ്രസ് നേരിട്ടത്, അല്ലെങ്കിൽ അതിനു മുന്നേ ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥയെ എത്ര ക്രൂരമായിട്ടാണ് കോൺഗ്രസ് നേരിട്ടത്. അതുപോലെ തന്നെ കർഷക സമരത്തെ സിംഗൂരിലും മന്ദിഗ്രാമിലും ഒക്കെ നടന്ന കർഷക സമരത്തിന് നേരെ വെടിയുതിർത്തവരാണ് ഇവരാണ് ഇവിടെ വന്നിട്ട് സമരത്തിനെതിരെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. മമതാ ബാനർജി തന്നെ പറഞ്ഞു അതിനകത്ത് അന്ന് കയറി പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാർ തന്നെ കയറി പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ആൾക്കാർ തന്നെ കയറി വെടിവെപ്പ് ഉണ്ടാക്കിച്ചതാണെന്ന് അവര് തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അല്ല, അവര് പറഞ്ഞതാണ്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.